ഒരാള് മറ്റെന്തോ ലക്ഷ്യത്തിനു വേണ്ടി ഒരു നല്ല മജ്‌ലിസിൽ എത്തിച്ചേർന്നാലും, ഉദാഹരണം ഇമാമിങ്ങൾ പറയുന്നുണ്ട്, അവനവന്റെ സുഹൃത്തിനെ തെരഞ്ഞു പോയതാണ്. ആ സമയത്ത് സുഹൃത്ത് പള്ളിയിലാണ്, പള്ളിയിൽ ദിക്ർ നടക്കുകയാണ്, ആ മജ്‌ലിസിലാണ് സുഹൃത്ത് എന്നറിഞ്ഞു. സുഹൃത്തിനെ കാണൽ അത്യാവശ്യമായിട്ട് ഒരാള് അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ വിവരം കിട്ടിയത്. അങ്ങനെ അദ്ദേഹം സുഹൃത്തിനെ കാണാൻ വേണ്ടി പള്ളിയിൽ പോയി. പള്ളിയിൽ അപ്പോൾ ദിക്ർ നടക്കുകയാണ്. ഒരമണിക്കൂർ കഴിഞ്ഞിട്ടല്ലാതെ സുഹൃത്തിനെ കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ആ പള്ളിയുടെ ഒരു മൂലയിൽ സുഹൃത്തിനെയും കാത്ത് ആ ദിക്റിന്റെ സദസ്സിൽ ഇദ്ദേഹം ഇരുന്നു. ഇദ്ദേഹം ദിക്റിന് വന്നതല്ല, അവിടെ പറയുന്ന ഇൽമു കേൾക്കാൻ വന്നതല്ല. എന്നാൽ വരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ലാ യഷ്ഖാ ജലീസുഹും, ആ നല്ല സദസ്സിൽ, ഇൽമിന്റെ സദസ്സിൽ ഒരാൾ വന്നിരുന്ന് മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ വരെ അവരുടെ കൂട്ടത്തിൽ ഇരുന്നവർ പരാജയപ്പെടുകയില്ല. ആ മജ്‌ലിസിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നാണ്.